ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादात् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्द राधा कान्द नमोऽस्तुते। तप्तकाञ्चनगौरङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमां विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वतीदेवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपा तमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിച്ചു വരുന്നു. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 8 കുന്തി സ്തുതി പറയുന്ന അധ്യായമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്ലോകം നമ്പർ 14 വരെ പ്രഭു എടുത്തായിരുന്നു. 15-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവ് വിടുന്നു അല്ലേ? അങ്ങനെ പാണ്ഡവരുടെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള, പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിനെ ലക്ഷ്യമാക്കിയിട്ട് ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിലുള്ള പരീക്ഷിത്ത് മഹാരാജാവിനെ ലക്ഷ്യമിട്ട് അദ്ദേഹം ബ്രഹ്മാസ്ത്രം വിടുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിക്കുന്നു. എങ്ങനെയാണ് രക്ഷിക്കുന്നത്? അദ്ദേഹം എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ആർക്ക് പറയാൻ പറ്റും? ഹരേ കൃഷ്ണ. ഗർഭത്തിൽ കടന്നിട്ട് ഉത്തരയുടെ ഗർഭത്തിൽ ചെന്ന് പറഞ്ഞോളൂ. ശരിയാണ്. ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ച് അവിടെ ഒരു വലയം സൃഷ്ടിച്ചു ഭഗവാൻ. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ആ ഒരു തീരെ ഒരു ലവലേശം പോലും പരീക്ഷിത്ത് മഹാരാജാവിനെ ഏൽക്കാത്ത രീതിയിൽ അദ്ദേഹം സംരക്ഷിച്ചു. വേറെ സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, അതായത് വേറൊരു വെർഷനും കൂടെ കേട്ടിട്ടുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവിനെ ആ ബ്രഹ്മാസ്ത്രം വന്നപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ശരിക്കും പറയുകയാണെങ്കിൽ
ആ ജീവൻ അവിടെ വെച്ച് പോയി എന്നാണ് പറയുന്നത്. പിന്നീട് ഭഗവാൻ തിരിച്ച് ആ ജീവൻ കൊടുത്തു എന്നും കേട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഭഗവാൻ രക്ഷിച്ചു, അതാണ് പോയിന്റ് അല്ലേ. ഭഗവാൻ അദ്ദേഹത്തെ രക്ഷിച്ചു. എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഭഗവാന്റെ ഭക്തർ, ശുദ്ധഭക്തർ, ഉത്തരാദേവി കരഞ്ഞുകൊണ്ട് ഭഗവാനെ വിളിച്ചു അല്ലേ. ആത്മാർത്ഥതയോടുകൂടി നിസ്സഹായാവസ്ഥയിൽ ഉത്തരാദേവി ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തർക്കും നിരാശ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നിത്യമായിട്ടുള്ള ആനന്ദം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാവിധ സംരക്ഷണവും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരെയും അദ്ദേഹം സംരക്ഷിക്കുന്നു. എന്നാൽ ഭക്തരാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം കൂടുതലാണ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈയൊരു ലീലയിലും നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ അങ്ങനെ ഉത്തരാദേവിയുടെ ഗർഭപാത്രത്തിലുള്ള പരീക്ഷിത് മഹാരാജാവിനെ സംരക്ഷിച്ചു. പറയുന്നത് ആ എംബ്രയോ മുഴുവൻ അത് മുഴുവനും കവർ ചെയ്തു. ഗർഭം മുഴുവനും അത് അദ്ദേഹം കവർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട്. സ്വമായയ, അങ്ങനെയാണ് ശ്ലോകത്തിൽ പറയുന്നത്. സ്വമായയ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ശക്തി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് അത് അങ്ങനെ ആ ശിശുവിനെ രക്ഷിച്ചു. ഓക്കെ, അടുത്ത ശ്ലോകം നമ്മൾ കണ്ടിന്യൂഷൻ നോക്കാം. 15-ാമത്തെ ശ്ലോകം. യദ്യപി അസ്ത്രം ബ്രഹ്മശിരസ് ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവാം തേജ ആസാദ്യ സമാശാമ്യത് ഭൃഗൂദ്വഹ. യദ്യപി അസ്ത്രം ബ്രഹ്മശിരസ് ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമാശാമ്യത് ഭൃഗൂദ്വഹ. വായിക്കൂ. ശ്ലോകം 15. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ് ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജ ആസ്വാദ്യ സമശ്യാമത് ഭൃഗൂദ്വഹ. വിവർത്തനം ഭാവാർത്ഥവും എന്താ പ്രഭു? വായിക്കൂ. ജയ് പറഞ്ഞതാ മാതാജി, വായിച്ചോളൂ. അല്ലയോ ശൗനക, അശ്വത്ഥഭാവിനാൽ പ്രയോഗിക്കപ്പെട്ട ബ്രഹ്മാസ്ത്രം പ്രതിരോധിക്കുവാനോ പിൻവലിക്കുവാനോ അഥവാ നിയന്ത്രിക്കാനോ സാധ്യമാകാത്തതാണെന്ന് വരികിലും വിഷ്ണുവിന്റെ, ഭഗവാൻ കൃഷ്ണന്റെ ശക്തിയെ അഭിമുഖീകരിച്ചപ്പോൾ അത് നിർവീര്യമാക്കപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തു. ഭാവാർത്ഥം. ബ്രഹ്മജ്യോതി അഥവാ ജ്വലിക്കുന്ന അതീന്ദ്രിയ തേജസ് ശ്രീകൃഷ്ണ ഭഗവാനിലാണ് കുടികൊള്ളുന്നതെന്ന് ഭഗവത്ഗീതയിൽ അരുളി ചെയ്തിരിക്കുന്നു. സൂര്യരശ്മികൾ സൂര്യദേവനിൽ നിന്നും പ്രസരിക്കുന്നത് പോലെ ബ്രഹ്മ തേജസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഉജ്ജ്വല ദീപ്തി പ്രവാഹം ഭഗവാന്റെ രശ്മി പ്രസരമല്ലാതെ മറ്റൊന്നുമല്ല. ആകയാൽ ഈ ബ്രഹ്മശിരോസ്ത്രം ഭൗതികമായി അപ്രരോധ്യമാണെന്ന് വരികിലും ഭഗവാന്റെ പരമശക്തിയെ അധികരിക്കാൻ അതിന് സാധ്യമല്ല. അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ബ്രഹ്മാസ്ത്രമെന്ന് വിശേഷിപ്പിക്കുന്ന ആയുധത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വശക്തിയാൽ നിർവീര്യമാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. വിവക്ഷ എന്തെന്നാൽ സ്വയം പരിപൂർണനാകയാൽ മറ്റുള്ളവരുടെ സഹായത്തിനായി ഭഗവാൻ കാത്തു നിൽക്കാറില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു സൂതഗോസ്വാമി അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഭാഗവതം പറയുന്നു ശൗനകാദി ഋഷികളോട്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു ബ്രഹ്മാസ്ത്രം അങ്ങനെ അശ്വത്ഥമ വിട്ട സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ വേണ്ടി ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നിനും സാധിക്കില്ല. അത്രമാത്രം ശക്തിയുണ്ട് ബ്രഹ്മാസ്ത്രത്തിന്. പക്ഷേ ഭഗവാന് സാധിക്കും അത്. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തെ അങ്ങനെ നിർവീര്യം ചെയ്യുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അത് ഒന്നില്ലെങ്കിൽ അത് അറിയാവുന്ന അത്രയും സമർത്ഥരായിട്ടുള്ള യോദ്ധാക്കൾക്ക് അത് ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം കൊണ്ട് പഠിക്കുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ അർജുനനും ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു അല്ലേ, ദ്രോണാചാര്യർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പാണ്ഡവരിൽ എല്ലാവർക്കും ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല, അർജുനന് അറിയാമായിരുന്നു. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ പിന്നെ ഭഗവാന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് എന്തും നിർവീര്യമാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യം വരുന്നില്ല. അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ ശക്തികൾ ഉപയോഗിച്ച്. ഇവിടെ നമുക്ക് കാണാം ഭഗവാൻ നേരിട്ട് അങ്ങനെ അശ്വത്ഥമാവിൻ്റെ ആ ബ്രഹ്മാസ്ത്രത്തെ എങ്ങനെയാണ്, അതായത് പരീക്ഷിത്ത് മഹാരാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്നു. അപ്പോൾ ഇവിടെ ശിലപ്രഭാജി ഭഗവത്ഗീതയിൽ പറയുന്നു, ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നു എന്ന് പറഞ്ഞ് ശിലപ്രഭാജി ഇവിടെ പറയുന്നു എന്താണെന്ന് വെച്ചാൽ, ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ്, അതിനെയാണ് ബ്രഹ്മജ്യോതി എന്ന് വിളിക്കുന്നത്. ആ ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ്സാണ്. അപ്പോൾ അതേപോലെ ബ്രഹ്മ തേജസ് പോലുള്ള ഒരു ആയുധമാണ് ഇത്. അതായത് ബ്രഹ്മ തേജസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം തേജസ് ഉണ്ട്. അതേപോലെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു അസ്ത്രമാണ് ബ്രഹ്മാസ്ത്രം. അത് സാധാരണ ഒരു അസ്ത്രമേ അല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ എളുപ്പമല്ല, സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ പ്രയോഗമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റുള്ള അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച ഒരു രക്ഷയില്ലാതെ വരുമ്പോഴാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നത് തന്നെ. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അസ്ത്രമാണ്. അതേപോലെ തന്നെ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ അസ്ത്രം പ്രയോഗിക്കുന്നത്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ തടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമേ അല്ല, ആർക്കും സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ സ്വശക്തി ഉപയോഗിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ശക്തി ഉപയോഗിച്ച് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ സാധിക്കും അല്ലേ. അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ ഇവിടെയും അദ്ദേഹത്തിൻ്റെ ഭക്തരെ നേരിട്ട് വന്ന് അദ്ദേഹം സംരക്ഷിക്കുന്നു. എങ്ങനെ ദ്രൗപദി ദേവി ആ കുരുസഭയിൽ കരഞ്ഞപ്പോൾ ഭഗവാൻ സാരി രൂപത്തിൽ വന്ന് രക്ഷിച്ചു. അതേപോലെ ഗജേന്ദ്രനെ ഭഗവാൻ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു, മുതലയിൽ നിന്ന് രക്ഷിച്ചു, നേരിട്ട് അദ്ദേഹം വന്നു. ഇവിടെ ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ള പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിക്കാനും ഭഗവാൻ വന്നു. അദ്ദേഹം ആ ഗർഭത്തെ മുഴുവനും കവർ ചെയ്തുകൊണ്ട് അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിച്ചു. അങ്ങനെ ബ്രഹ്മാസ്ത്രവും നിർവീര്യമായി പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 16. മാംസ്ത ഹി ഏതത് ആശ്രയം, ആശ്രയമല്ല, മാമസ്താ ഹി ഏതത് ആശ്ചര്യം സർവാചര്യാമയേച്യുത യാ ഇദം മായയാ ദേവ്യ സൃജതി അവതി ഹന്തി അജഹ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാമംസ്താഹേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യൈദം മായയാ ദേവ്യ സൃജത്യവതി ഹന്ത്യജ. വിവർത്തനം. അനുഭവാർത്ഥം. ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ ബ്രാഹ്മണരെ, ആശ്ചര്യമയനും അപ്രമാദഗതിയുമായ ഭഗവാന്റെ പ്രവൃത്തികളിൽ ഇത് അസാധാരണമായതായി കരുതണ്ട. സ്വയം ജനനരഹിതനെങ്കിലും അദ്ദേഹം തന്റെ അതീന്ദ്രിയ ശക്തിയാൽ സർവ്വ ഭൗതിക വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ജീവസത്തകളുടെ തീരെ ചെറിയ ബുദ്ധിക്ക് ഭഗവാന്റെ കർമ്മങ്ങൾ സദാ ഭാവനാതീതമാകുന്നു. പരമപുരുഷനായ ഭഗവാന് യാതൊന്നും തന്നെ അസാധ്യമായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സകല കർമ്മങ്ങളും നമുക്ക് ആശ്ചര്യജനകമാണ്. ആകയാൽ
ഭഗവാൻ സദാ നമ്മുടെ ചിന്താപരിധിക്ക് അതീതനാണ്. ഭഗവാൻ സർവശക്തനും സർവദാ പരിപൂർണനുമായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. ഭഗവാൻ 100% പരിപൂർണനാകുന്നു. അതേസമയം നാരായണൻ, ബ്രഹ്മാവ്, ശിവൻ എന്നിവർക്കും മറ്റ് ദേവന്മാർക്കും മറ്റുള്ള എല്ലാ ജീവാത്മാക്കൾക്കും അത്തരം പരിപൂർണതയുടെ വ്യത്യസ്ത ശതമാനങ്ങൾ മാത്രമേ സ്വന്തമായുള്ളൂ. ഭഗവാന് സമാനനായോ ഉപരിയായോ ആരും തന്നെയില്ല. ഭഗവാൻ അസാമാന്യനാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ, പ്രണാമം. ഇവിടെ പറയുന്നു, ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണ്. ആർക്കും ഇത് വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, വേറെ ആർക്കും സാധിക്കില്ല. ഭാവാർത്ഥത്തിൽ ശിവപ്രഭുജി പറയുന്നത് അതാണ്. നാരായണൻ, ബ്രഹ്മ, ശിവ, അങ്ങനെ ഭഗവാൻ ഒരുപാട്. നാരായണൻ സാധിക്കില്ല എന്ന് പറയുന്നില്ല, നാരായണൻ ഭഗവാൻ തന്നെയാണ്, സാധിക്കും. ഇവിടെ ദേവന്മാർ, ബ്രഹ്മാവ്, ശിവൻ, ശിവഭഗവാൻ, അതേപോലെ മറ്റുള്ള ദേവന്മാരൊക്കെ, ദേവതമാർ, അവർക്ക് പലതും പല കാര്യങ്ങളും ഭഗവാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കില്ല അവർക്ക്. അപ്പോൾ അത് പറയാൻ സാധിക്കില്ല. മഹാദേവൻ ഒരുപാട് ശക്തിയുള്ളതാണ്. പക്ഷേ എന്നാലും ഭഗവാനായിട്ട് നമുക്ക് താരതമ്യം ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? എങ്ങനെയാണ് മഹാദേവനെ പറയുന്നത്? പാലും തൈരും പോലെയുള്ള വ്യത്യാസമാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ഭഗവാൻ പാലാണെങ്കിൽ പാലിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള തൈര് പോലെയാണ് മഹാദേവൻ എന്നാണ് പറയുന്നത്. മഹാദേവൻ ജീവതത്വമല്ല, നമ്മളെപ്പോലെ ജീവാത്മാവല്ല. എന്നാൽ ബ്രഹ്മദേവനാണ്, മറ്റുള്ള ദേവന്മാരുമാണ്. എന്നാൽ മഹാദേവൻ ശിവതത്വം വേറെ തത്വം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനെ പോലെയാണ്, ഭഗവാന്റെ വിസ്തരണം തന്നെയാണ്, അതിന് സംശയമില്ല. എന്നാലും ആ ഭഗവാൻ കൃഷ്ണൻ്റേതായിട്ടുള്ള ആ പൂർണ്ണമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അത് ശക്തിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഓരോ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികൾ ശിലരൂപ ഗോസ്വാമി പറയുന്നുണ്ട്. 64 ക്വാളിറ്റികൾ, 64 ഭഗവാന് അനന്ത കോടി, അല്ലെങ്കിൽ അങ്ങനെ കണക്ക് പോലും പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സവിശേഷതകളെ നമ്മൾ നോക്കുവാണെങ്കിൽ. എന്നാലും 64 എടുത്ത് പറയുന്നുണ്ട് ശിലരൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ. അപ്പോൾ 64 സ്പെഷ്യലായിട്ടുള്ളത്, അതായത് 64 ക്വാളിറ്റികൾ ഭഗവാനുണ്ട്. 60 വിഷ്ണുവിനുണ്ട്, അല്ലെങ്കിൽ നാരായണനുണ്ട്. 55 മഹാദേവനുണ്ട്. 50 ക്വാളിറ്റി നമ്മുടെ ബ്രഹ്മാവിനുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അത്ര ഒരു ജീവാത്മാവിന് എത്താൻ സാധിക്കുള്ളൂ. ജീവാത്മാക്കളിൽ വെച്ച് ഏറ്റവും വലിയ പൊസിഷൻ ബ്രഹ്മദേവൻ്റെയാണ്, അതിന് മുകളിൽ വേറെ ആരുമില്ല. അപ്പോൾ നമുക്ക് കൂടിപ്പോയാൽ അദ്ദേഹം ബ്രഹ്മദേവൻ്റെ പൊസിഷൻ എടുക്കാം. ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് വേറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ള ഒരാൾ വരികയാണ് ചെയ്യുന്നത്. അതേപോലെ ഇന്ദ്രൻ, ചന്ദ്രൻ, ഇതൊക്കെ ഓരോ പൊസിഷൻസാണ്. ഒരു കാലയളവിൽ ആ ഒരു പോസ്റ്റ് അവർക്കുണ്ടാവും. അത് കഴിഞ്ഞാൽ ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും ഒക്കെ ആവാൻ സാധിക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ ആഗ്രഹം ആവശ്യമില്ല, അങ്ങനെ ദേവന്മാരാവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ്, ഇവരെല്ലാവരും വൈഷ്ണവരാണ്, ദേവന്മാരെല്ലാവരും വൈഷ്ണവരാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. നമ്മളൊന്നും ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണ്ടീഷനുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. എത്രയോ മുകളിലാണ്, നമ്മൾ എത്രയോ താഴെയാണ്, നമ്മൾ വെറും കടുകുമണി പോലെയാണ്. എന്നാൽ അവരൊക്കെ അത്രയും ഉന്നത സ്ഥാനങ്ങളിൽ ഉള്ളവരാണ്. ഭഗവാൻ നേരിട്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ നേരിട്ട് പല കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, ശരി, ചൂടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളൂ, വെള്ളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ സൃഷ്ടി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് തരുന്നുണ്ടോ? ഇല്ല. കാര്യം നമുക്കതിനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഭൗതിക ലോകം തന്നെ താണ്ടി പോകാൻ സാധിക്കും, അല്ലേ? ഭൗതിക ലോകത്തിലെ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഈ ദേവന്മാരൊക്കെ ഇവിടെയാണുള്ളത്.
അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിനകത്താണ് ഉള്ളത്. ഈ ബ്രഹ്മാണ്ടത്തിനകത്തെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്, അവിടെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ബ്രഹ്മാണ്ടം വരുന്നത് ഇവിടെയാണ്, ഭൗതിക ലോകത്തിലാണ് അല്ലേ. ഇവിടെ നിന്ന് പോകുന്ന കാര്യം വേറെ കാര്യമാണ്. അത് നേരിട്ട് നമ്മൾ ആ പരമദൈവത്വ പുരുഷനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ആശ്രയിച്ച് അദ്ദേഹത്തെ ശരണം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം താണ്ടി നമുക്ക് അങ്ങനെ പരംവ്യോമം, വൈകുണ്ഠം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതേ ഉള്ളൂ മാർഗം. ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഭഗവാന് സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല. അതാണ്, ഭഗവാന് എല്ലാം സാധിക്കുന്നു. ആരാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് അവരെ രക്ഷിക്കാനും സംരക്ഷിക്കാനും ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഭഗവാനുമായിട്ട് നമുക്ക് ആരെയും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ അത്ര ശക്തി വേറെ ആർക്കും ഇല്ല. ശക്തിയാണെങ്കിലും കഴിവാണെങ്കിലും എന്താണെങ്കിലും ഒന്നും തന്നെ ഭഗവാനുമായിട്ട് നമുക്ക് ഈക്വൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയും, ഭഗവാൻ അസമ്മൂർധ്വ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അസമ്മൂർധ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒപ്പമോ ഭഗവാന്റെ മുകളിലോ ആരുമില്ല എന്ന്. ആർക്കും ആവാൻ സാധിക്കില്ല, ഒപ്പവും ആവാൻ സാധിക്കില്ല. എപ്പോഴും കുറവായിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. അതാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഭഗവാൻ നാരായണൻ്റെ ആ ഒരു സ്ഥാനം. ഓക്കെ, 17ാമത്തെ ശ്ലോകം. ബ്രഹ്മതേജോ വിനിർമുക്തേർ ആത്മജൈ സഹ കൃഷ്ണയ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹാപൃതാ സതി. ബ്രഹ്മതേജോ വിനിർമുക്തേർ ആത്മജൈ സഹ കൃഷ്ണയ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹാപൃതാ സതി. യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മ തേജോ വിനിർമുക്തേ ആത്മജേ സഹ കൃഷ്ണായ പ്രായാണാഭിമുഖം കൃഷ്ണം ഇദമാഹാപൃതാ സതി. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്ക് ജയ്. അപ്രകാരം ബ്രഹ്മാസ്ത്ര തേജസ്സിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ഭഗവാന്റെ പരിശുദ്ധ ഭക്തിയായ കുന്തിദേവിയും അവളുടെ 5 പുത്രന്മാരും ദ്രൗപദിയും ഭവനത്തിലേക്ക് പോകാനൊരുങ്ങി നിൽക്കുന്ന ഭഗവാനെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഭാവാർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശുദ്ധ ഭക്തിയുത സേവന ഹേതുവാൽ കുന്തിദേവിയെ ഇവിടെ പരിശുദ്ധയായി വർണ്ണിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രാർത്ഥനയിൽ അവളുടെ മനസ്സിനെ ഇവിടെ തുറന്നു കാട്ടിയിരിക്കുന്നു. ഒരു ശുദ്ധ ഭക്തൻ ഏത് ആപൽഘട്ടത്തിലും രക്ഷയ്ക്കായി ഭഗവാനെയല്ലാതെ മറ്റൊരു ജീവാത്മാവിനെയും അല്ലെങ്കിൽ മറ്റൊരു ദേവനെയും അഭയം പ്രാപിക്കുകയില്ല. പാണ്ഡവരുടെ സമ്പൂർണ്ണ കുലത്തിന്റെയും സവിശേഷ ലക്ഷണമാണിത്. അവർക്ക് കൃഷ്ണനെ ഒഴികെ മറ്റാരെയും അറിയില്ല. ആകയാൽ ഭഗവാൻ ഏതു പരിതസ്ഥിതിയിലും സർവപ്രകാരത്തിലും അവരെ രക്ഷിക്കാൻ സദാ സന്നദ്ധനായിരിക്കുന്നു. ഭഗവാന്റെ അതീന്ദ്രിയ സ്വഭാവമാണിത്. ഭക്തന്റെ ആശ്രയത്തിന് പരസ്പര പൂരകമായി ഭഗവാൻ പ്രവർത്തിക്കുന്നു. ആകയാൽ അപൂർണരായ ജീവാത്മാക്കളുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ സഹായം പ്രതീക്ഷിക്കരുത്. തന്റെ ഭക്തരെ സംരക്ഷിക്കാൻ സർവദാ സമർത്ഥനായ ഭഗവാനിൽ നിന്നും എല്ലാവിധ സഹായവും നിശ്ചയമായും പ്രതീക്ഷിക്കാം. അത്തരം ഒരു പരിശുദ്ധ ഭക്തൻ ഭഗവാനോട് ഒരിക്കലും സഹായം ആവശ്യപ്പെടാറില്ല. എന്നാൽ ഭഗവാൻ സ്വേച്ഛയാൽ സദാ ഭക്തരെ സഹായിക്കാനായി ഉത്സുകനായിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്, ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഈ നമ്മുടെ ന്യൂക്ലിയർ എനർജിയാണ്, സാധാരണ ഒരു ഇതല്ല. അതാണ് ബ്രഹ്മതേജസ് എന്ന് പറഞ്ഞ് സാധാരണ ഒരു അസ്ത്രമേ അല്ല. അത്രയും ശക്തിയുള്ള ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഭഗവാൻ പരീക്ഷിത് മഹാരാജാവിനെയും പാണ്ഡവരെയൊക്കെ രക്ഷിച്ചു അല്ലേ. അങ്ങനെ കുന്തിദേവിയും കുന്തിദേവിയുടെ 5 പുത്രന്മാരും പാണ്ഡവരെല്ലാവരും ദ്രൗപദി ദേവിയും ഭഗവാൻ കൃഷ്ണനോട് സംസാരിക്കാൻ പോകുന്നു. കാര്യം ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു പോകാൻ നിൽക്കുവാണ് അല്ലേ. ദ്വാരകയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാൻ നിൽക്കുവാണ്. ആ സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. ആ സമയത്ത് കുന്തിദേവിയും ദ്രൗപദി ദേവിയും പാണ്ഡവരും എല്ലാവരും കൂടെ വന്ന് ഭഗവാനോട് സംസാരിക്കുന്നു.
ഭാവാർത്ഥത്തിൽ ശിലപ്രഭാജി പറയുന്നു ഇവിടെ കുന്തിദേവിയെ സതി എന്ന് വിളിക്കുന്നുവെന്ന്. സതി എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തി ആയതുകൊണ്ട്, ശുദ്ധഭക്ത ആയതുകൊണ്ട് സതി എന്ന് വിളിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല പതിവ്രത എന്ന് പറയുന്നു അല്ലേ. ഇവിടെ പതിവ്രത എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ശുദ്ധഭക്ത കുന്തിദേവി. കുന്തിദേവിയുടെ ഭക്തി മായം കലർന്നതല്ല, ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും ഉള്ള ഭക്തിയല്ല അത്. ശുദ്ധഭക്തിയാണ്, അഹൈതുകമായിട്ടുള്ള ഭക്തിയാണ് കുന്തിദേവിക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ കുന്തിദേവി, ശുദ്ധഭക്തിയായിട്ടുള്ള കുന്തിദേവി ഇനി ഇവിടെ കുന്തിദേവി സ്തുതിക്കാൻ പോകണം ഭഗവാനെ. ഇനിയുള്ള ശ്ലോകം 18ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് കുന്തി സ്തുതി കാണാൻ സാധിക്കും. ഇവിടെ പിന്നെ ശിലപ്രഭാജി എടുത്ത് പറയുന്നു, ഒരു ഭക്തൻ, ശുദ്ധഭക്തനായിട്ടുള്ളവർ, ഒരു നല്ലൊരു ഭക്തൻ ഭഗവാനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ, അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കില്ല. അതായത് മറ്റുള്ള ദേവന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ശക്തികളെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവർ നേരിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നു. ഭഗവാൻ വേണ്ട പോലെ അവർക്കെല്ലാ സംരക്ഷണങ്ങളും കൊടുക്കുന്നു. അതാണ് കാരണം. ഇത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഭക്തിയിൽ. ഈ അനന്യമായിട്ടുള്ള ഈ ആശ്രയം, എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നടന്നാലും ഞാൻ ഭഗവാൻ കൃഷ്ണനെ മാത്രമേ ആശ്രയിക്കുള്ളൂ എന്നുള്ള ഭാവം നമുക്ക് വളരെ അത്യാവശ്യമാണ് ഭക്തിയിൽ. ഈ അനന്യത വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ചില സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സമയത്ത് വേറെ ബന്ധുജനങ്ങളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വന്ന് പറഞ്ഞു, ദേവി ക്ഷേത്രത്തിൽ പോയി ആ പൂജ ചെയ്യൂ, അല്ലെങ്കിൽ ഗണപതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും വഴിപാട് ചെയ്യൂ. പലവരും പല അഭിപ്രായങ്ങളുമായിട്ട് വരും. അപ്പം നമ്മൾ ആ സമയത്ത് ദേവി ക്ഷേത്രത്തിൽ പോകരുതെന്നോ വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോകരുതെന്നോ എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം, നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച ഒരാൾക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ പോയി അതായത് അവിടെ പോയിട്ട് നമ്മൾ വഴിപാട് ചെയ്താലേ കാര്യം നടക്കുള്ളൂ എന്ന് നമുക്ക് ചിന്തയിൽ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഭഗവാനിൽ തീരെ വിശ്വാസമില്ല എന്നാണ്. ഭഗവാൻ കൃഷ്ണനിൽ നമ്മൾ വിശ്വാസമില്ല എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ കൃഷ്ണഭക്തരെന്ന് വിളിക്കാൻ സാധിക്കുമോ? ഗുരുവായൂരപ്പൻ്റെ ഭക്തരെന്ന് വിളിക്കാൻ സാധിക്കില്ല. ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ, കൃഷ്ണഭക്തരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരെന്ന് വിളിക്കണമെങ്കിൽ അനന്യമായിട്ടുള്ള ഭക്തിയായിരിക്കണം. അതിൻ്റെ അർത്ഥം മറ്റുള്ള ദേവന്മാരെ നമ്മൾ മോശമായി കാണുകയോ താഴെ കാണുകയോ അല്ല ചെയ്യേണ്ടത്. അവരോടും നല്ല ബഹുമാനം വേണം. കാര്യം അവരെല്ലാവരും വൈഷ്ണവരാണ്, അവരെല്ലാവരും ഭഗവാന്റെ തന്നെ ഭക്തരാണ് എന്നുള്ള ഭാവമായിരിക്കണം നമുക്ക്. അതുകൊണ്ട് അവരോടും നല്ല ബഹുമാനവും ആദരവും നമുക്ക് വേണം. അവരുടെ ദേവന്മാരുടെ അമ്പലങ്ങളിലേക്ക് പോകുന്നതിനും തെറ്റില്ല. പോകുമ്പോഴും ചോദിക്കേണ്ടത് കൃഷ്ണഭക്തിയാണ്, അത്രയേ ഉള്ളൂ. പോവരുത് എന്നല്ല പറയുന്നത്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി അവിടെ പോകരുത്. അതായത് കൃഷ്ണൻ നടത്തി തരുന്നില്ല, അതുകൊണ്ട് ഞാൻ ദേവന്മാരുടെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു അനന്യഭക്തി നേടുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധഭക്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ പൊക്കോളൂ, ആരുമില്ല ചോദിക്കാൻ. തിങ്കളാഴ്ച ആ അമ്പലത്തിൽ പോവുക, ചൊവ്വാഴ്ച മറ്റുള്ള അമ്പലത്തിൽ പോവുക, ബുധനാഴ്ച വേറെ അമ്പലം, ശനിയാഴ്ച എല്ലാം കൂടി നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ശനിദേവൻ, ബുധൻ, അങ്ങനെ എല്ലാവർക്കും വഴിപാട് ചെയ്ത് കൂട്ടത്തിൽ കൃഷ്ണനും വഴിപാടുകളൊക്കെ ചെയ്ത് വരുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ കൃഷ്ണഭക്തനാണ്, അനന്യഭക്തനാണ്, എനിക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകണം, വൈകുണ്ഠത്തിലേക്ക് പോകണം. അതെങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവുന്നു? നമ്മൾ ഭഗവാനെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കാണ്ട് എല്ലാവരെയും ഒരേപോലെ കാണുന്ന പോലെ എല്ലാവരെയും നമ്മൾ ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസമില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. അനന്യത, ആ ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ മഹാദേവനെ ആരാധിക്കുകയാണെങ്കിൽ, മഹാദേവൻ്റെ ഭക്തനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈലാസത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതും വൈകുണ്ഠലോകം പോലെ തന്നെയാണ്. അവിടെയും ഒന്നും കുറവൊന്നുമില്ല. അവിടെ പോകണമെങ്കിൽ പോവാം. അതേപോലെ തന്നെ
മറ്റുള്ള ദേവന്മാരൊക്കെ പക്ഷേ ഇവിടെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലമുണ്ട്. പക്ഷേ അതൊന്നും വൈകുണ്ഠവും ഗോലോക വൃന്ദാവനമായിട്ടൊന്നും ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. പരമദൈവോത്തമൻ പുരുഷൻ ഇരിക്കുന്നത് വൈകുണ്ഠ ലോകങ്ങളിലാണ്. അതുകൊണ്ട് അതാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അനന്യഭക്തി വളരെ അത്യാവശ്യമാണ്. അനന്യശ്ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യശ്ചിന്തയന്തോ മാം, ഭഗവാൻ പറയാം. അനന്യമായിട്ടുള്ള ചിന്ത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേറെ ഒന്നുമില്ലാതെ അദ്ദേഹം മാത്രം. ഇത് വളരെ അത്യാവശ്യമാണ്. വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് അന്യ ആശ്രയങ്ങൾ, നമ്മുടെ പൈസ, ബാങ്കിലുള്ള പൈസയല്ല, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങൾ, മറ്റുള്ള ആരാണെങ്കിലും, ഇതൊന്നും, ഇവരൊക്കെ ഒരു പരിധിക്കപ്പുറം നമ്മളെ സഹായിക്കാൻ ഒന്നിനും സാധിക്കില്ല. ഒരു പരിധി വരെ ഇവരുടെ സഹായമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാൽ പരമദൈവോത്തമ പുരുഷനായി ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ. ശാശ്വതമാണ് ആ ബന്ധം. മറ്റുള്ള ബന്ധങ്ങളൊക്കെ താൽക്കാലികമാണ്, കുറച്ച് വർഷങ്ങളുണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം അവരെ സ്നേഹിക്കേണ്ട, അവരോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യരുത് എന്നല്ല പറയുന്നത്. അതൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, വളരെ നന്നായിട്ട് തന്നെ ചെയ്യണം, ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. കാരണം ഭഗവാൻ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് അതെല്ലാം. അതുകൊണ്ട് ഭഗവാന്റെ സേവനം തന്നെയാണ് അതെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. ഭഗവത് സേവനം തന്നെയാണ്, സംശയമൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, കോളേജിൽ പഠിക്കുന്ന കുട്ടി, ജോലിക്ക് പോകുന്നത്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, മാതാപിതാക്കളെ നോക്കുന്നത്, ഭർത്താവിനെ നോക്കുന്നതും ഭർത്താവ് ഭാര്യയെ നോക്കുന്ന കുട്ടികളെ നോക്കുന്നത്, ഇതെല്ലാം സേവനം തന്നെയാണ്, ഭഗവത് സേവനം തന്നെയാണ്. കാരണം എന്താണ്? എല്ലാവരിലും ഭഗവാനുണ്ട്, എല്ലാവരിലും ഭഗവാനുമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ വന്നത് കർമ്മഫലം കൊണ്ടോ എന്തൊക്കെയാണെങ്കിലും ഭഗവത് നിശ്ചയത്തോടു കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയിട്ട് തന്നെയാണ്. അത് എങ്ങനെയാണോ എന്നുള്ളത് ഇരിക്കട്ടെ. പക്ഷേ അതുകൊണ്ട് ആ ഏത് സിറ്റുവേഷനാണ് നമ്മൾ ഇരിക്കുന്നത് വെച്ചാൽ ആ സിറ്റുവേഷനെ നമ്മൾ ഭക്തി രൂപത്തിൽ, ഭക്തിപരമായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഭഗവത് സേവനമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുക. ആ സമയത്ത് നമ്മൾ വേറെ ആളുകളുടെ ജീവിതമായിട്ട് നമുക്കൊരിക്കലും ഒരു കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓ, അവരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി, അവരെ പോലെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായനെ. ആഹാ, ഭർത്താവിന് തോന്നും ആ സ്ത്രീയായിരുന്നു എൻ്റെ ഭാര്യയെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഭക്തി ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് തോന്നും. അല്ലെങ്കിൽ അവരായിരുന്നെങ്കിൽ എൻ്റെ പാർട്ട്ണറെങ്കിൽ കുറച്ചും കൂടെ നന്നായി ചെയ്യാമായിരുന്നു. ഇതിലൊന്നും ഒരർത്ഥവുമില്ല. ഇതൊക്കെ നമ്മുടെ ഭൗതികമായിട്ടുള്ള തോന്നലുകളാണ്. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭഗവാൻ തന്നിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ഭഗവാനെ വിളിക്കും? ഇതാണ് കാര്യം, ഇതിലാണ് കാര്യം. അപ്പം നമ്മൾ വേറെ ഒരു ആളെ കണ്ടിട്ട് അവരെ പോലെ ഒരു പാർട്ട്ണറെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ലോകം വിട്ടിട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും ഈ ശരീരബോധത്തിൽ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും നോക്കണ്ട. ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഓരോ തരത്തിലാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട്. എല്ലാ ബന്ധങ്ങളിലും ഉണ്ട്, എല്ലാ റിലേഷൻസിലും ഉണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, മക്കളായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇനി അയൽവാസികളായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാം പെർഫെക്റ്റായിട്ട് ആരുമില്ല ഇവിടെ. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ആരും ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളവർക്കുള്ള സ്ഥലമല്ല ഭൗതിക ലോകം. അതാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവൂ. ദുഃഖാലയം അശാശ്വതം, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ദുഃഖാലയമാണെന്ന്. സുഖാലയം ശാശ്വതം എന്നല്ല ഭൗതിക ലോകത്തെക്കുറിച്ച് പറയുന്നത്. ദുഃഖാലയം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളും ഉണ്ടാവും, പ്രശ്നങ്ങളും ഉണ്ടാവും, പലതരത്തിലായിരിക്കുന്നു മാത്രം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ, കാര്യം ഇത് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ പലപ്പോഴും പലവരിലും, ഈവൻ ഭക്തരുടെ ഇടയിൽ പോലും തോന്നുന്ന കാര്യങ്ങളാണ്. ഓ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായനെ. ഓ, അവർ നന്നായിട്ട്
ഭക്തി സേവനങ്ങൾ ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിവോട്ടിയാണ്. എന്നാൽ എൻ്റെ പാർട്ട്ണർ അത്ര സീരിയസ് അല്ല. അവൾ കോമ്പിനേഷൻ ഒന്ന് മാറുവാണെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ അതേപോലെ വേറെ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. എന്ത് ചിന്തയാണത്? നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമ്മൾ സ്കൂളിൽ പോലും ചേർന്നിട്ടില്ല ഭക്തിയിൽ, അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതൊക്കെ ശരീരബോധത്തിലുള്ള ചിന്തകളാണ്. അപ്പോൾ സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഈ സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ വിളിക്കാൻ നോക്കുക. ഏതൊരു സാഹചര്യവും നമുക്ക് തന്നിട്ടുള്ളത് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ സാഹചര്യം മാക്സിമം യൂസ് ചെയ്യുക നമ്മൾ. പ്രശ്നങ്ങൾ നടക്കട്ടെ, നടക്കാനുള്ളത് നടക്കും. പക്ഷേ ഭഗവാന്റെ തൃപ്പാദങ്ങൾ വിട്ടിട്ട് ഒരു കളിയും ഇല്ല എനിക്ക് എന്നുള്ള ചിന്ത, എന്നുള്ള ഭാവം, ഇതാണ് അനന്യത. വേറെ ആരും എനിക്ക് ആശ്രയം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാൻ മാത്രം മതി. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം പ്രതികൂലമായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല ഭഗവാനെ, അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞാൻ വിടില്ല, അങ്ങ് മാത്രമേ ഉള്ളൂ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവാനെ ലഭിക്കും, ഒരു സംശയമില്ല. അതിനെയാണ് അനന്യത എന്ന് പറയുന്നത്. അല്ലാതെ പല സമയത്തും പല സാഹചര്യങ്ങളും നമ്മൾ ഇവിടെയുള്ള സാഹചര്യങ്ങൾ നന്നാക്കാൻ നോക്കും. ഇവിടെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക. ഇപ്പോൾ ചിലവർക്ക് വളരെ എന്താ പറയുക, അനുകൂലമായിട്ടുള്ളൊരു പരിസ്ഥിതി കുടുംബത്തിൽ തരും. അതായത് ഭാര്യ നല്ല ഭർത്താവ് നല്ല ഭക്ത, കുട്ടികളും നല്ല ഭക്തിയിൽ നല്ല താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള കുടുംബമുണ്ട്. എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല, അത് അവരുടെ സുകൃതി കൊണ്ട് അവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ അതേപോലെ ഒന്നും ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കമ്പാരിസൻ്റെ ആവശ്യമില്ല. അവരവരുടെ രീതിയിൽ അവർ ഭക്തി ചെയ്ത് പോട്ടെ, നമ്മൾ നമ്മുടെ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പക്ഷെ ആത്മാർത്ഥത നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്, ഓരോരുത്തരും കൊണ്ടുവരേണ്ടതാണ്. സാഹചര്യം വിഷയമല്ല. ഇത് ഈയിടയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് ഡിവോട്ടീസ് ചോദിച്ചിരുന്നു പല പ്രാവശ്യങ്ങളായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേറെ ഇവിടെയുള്ള ഒരു റിലേഷനുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കുള്ള സാഹചര്യം ഏറ്റവും നല്ല സാഹചര്യമാണ് ഭഗവാനെ ലഭിക്കാൻ എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് ഏറ്റവും നല്ല അവസരം എനിക്ക് ഭഗവാനെ കിട്ടാൻ വേണ്ടി എന്ന് നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. നേരെ മറിച്ച് നമ്മൾ ഇവിടുത്തെ സാഹചര്യം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഭക്തിയുടെ പാതയിലേക്ക് ഇറങ്ങിയിട്ട് പോലുമില്ല എന്നാണ് അർത്ഥം. ശരീരബോധത്തിലിരിക്കുകയാണെങ്കിൽ, ശരീരബോധത്തിൽ നമ്മൾ പുറത്ത് വന്നേ പറ്റൂ. അപ്പോൾ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഇവിടെ ശ്രീല പ്രഭുപാദി എടുത്തെടുത്ത് പറയുന്നത്. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ളവർക്ക് അദ്ദേഹം ഉണ്ടാവും എപ്പോഴും. അങ്ങനെ ശുദ്ധഭക്തർ ഭഗവാനെ, ഇവിടെ അവസാനത്തെ വരിയിൽ പറയുന്നു, ശുദ്ധഭക്തർ ഭഗവാനോടൊന്നും ചോദിക്കുകയില്ല എന്ന്. ഒന്നും ചോദിക്കില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള ഒന്നും അവർ ചോദിക്കില്ല. ഭഗവാൻ എന്താണെന്ന് തീരുമാനിച്ചു വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. അങ്ങക്ക് എന്നെ കൊല്ലണമാണ്, ഞാൻ മരിക്കണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നടക്കട്ടെ. അതോ എന്നെ രക്ഷിക്കണമെന്നാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്ന പോലെ, ശ്രീല ഭക്തിവിനോദ് ഠാക്കൂറിനൊരു മനോഹരമായിട്ടുള്ള ഒരു വൈഷ്ണവ ഗീതമുണ്ട്. അതിൽ പറയുന്നുണ്ട്, മാരോബി രാഖോബി ജോ ഇച്ഛാ തുമാർ. ഞാൻ ആ വൈഷ്ണവ ഗീത എടുക്കാം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതിനകത്ത് വരുന്നില്ല, നോക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. യെസ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. വളരെ മനോഹരമായിട്ടുള്ള വൈഷ്ണവ ഗീതമാണ് നമുക്കിന്ന് നോക്കാം. ഇത് അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു വൈഷ്ണവ ഗീതമാണ്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വായിക്കാം. ഇത് ബംഗാളി ശ്ലോകമാണ്, അതുകൊണ്ട് നോക്കാം. ഓക്കെ. മാനസദേഹോ ഗേഹോ ജോ കിച്ചു മോർ അർപ്പിലു തുവാ പദേ നന്ദകിഷോർ. ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുകയാണ്, മാനസ്, ദേഹ, അതേപോലെ ഗേഹ എന്ന് പറഞ്ഞാൽ മനസ്സ്, ശരീരം, ഗേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം, എൻ്റേതായിട്ടുള്ള എന്താണെങ്കിലും അതെല്ലാം ഞാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഓ നന്ദകിഷോർ, ഓ കൃഷ്ണ. അതായത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ കുടുംബം, നമ്മുടെ എല്ലാം തന്നെ അദ്ദേഹം തന്നിട്ടുള്ളതാണ് നമുക്ക്, അല്ലേ? അത് പക്ഷേ നമുക്ക് തന്നിരിക്കുന്നു താൽക്കാലികമായിട്ട്, അതെല്ലാം നോക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ എന്തൊക്കെയാണോ അങ്ങ് തന്നിട്ടുള്ളത് അതെല്ലാം അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്, ഓ കൃഷ്ണ. അത് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, സമ്പദേ വിപദേ ജീവനേ മരണേ ദായ് മമ ഗേല തുവ ഓ പദേ ഭരണേ. എന്താണ് പറയുന്നത്? നല്ല സമയത്താണെങ്കിലും ചീത്ത സമയത്താണെങ്കിലും, അല്ലെങ്കിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും എനിക്ക് ഒരേ ഒരു ആശ്രയമേ ഉള്ളൂ, അങ്ങയുടെ തൃപ്പാദങ്ങൾ മാത്രം. എൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അതെല്ലാം നിഷ്പ്രയാസം, അതെല്ലാം മാഞ്ഞു പോകുന്നു. എങ്ങനെ? അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുമ്പോൾ. അതായത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, ഏത് സാഹചര്യമാണെങ്കിലും, ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും, അങ്ങയുടെ തൃപ്പാദങ്ങളല്ലാതെ എനിക്ക് വേറെ ഒരു ആശ്രയവും ഇല്ല, ഓ കൃഷ്ണ എന്നാണ് പറയുന്നത് ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ. മൂന്നാമത്തെ വരിയിൽ എന്ത് പറയുന്നു? മാരോബി രാഖോബി ജോ ഇച്ഛ തൊമാർ നിത്യദാസ പ്രതിത്തുവ അധികാർ. ഇതാണ് ഈ ഒരു വരിയാണ് ഞാൻ പറഞ്ഞത്. ഈ വരിയാണ് നമ്മളെ ഈ ഒരു വൈഷ്ണവ ഗീതത്തിലേക്ക് എത്തിച്ചത്. മാരോബി രാഖോബി ജോ ഇച്ഛ തൊമാർ നിത്യദാസ പ്രതിത്തുവ അധികാർ. എന്താണ് പറയുന്നത്? അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം, അല്ലേ? അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ രക്ഷിക്കാം. അങ്ങയുടെ ഇഷ്ടമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളൂ. കൊല്ലണമെങ്കിൽ കൊല്ലാം, രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം അങ്ങ് എൻ്റെ അങ്ങയുടെ നിത്യദാസനാണ് ഞാൻ. അങ്ങ് എൻ്റെ മാസ്റ്ററാണ്. അങ്ങയുടെ നിത്യദാസനാണ് ഞാൻ. നിത്യദാസൻ ആയിട്ടുള്ള എനിക്ക് എൻ്റേത് എന്ന് പറയാനോ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളോ എൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളോ ഒന്നുമില്ല. ഓ കൃഷ്ണ, അങ്ങ് എന്താഗ്രഹിക്കുന്നു അങ്ങേക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളൂ. നിത്യദാസനായ ഞാൻ അത് സ്വീകരിക്കുന്നു. ഒന്ന് നോക്കൂ, എത്രമാത്രം ഈ ഗീതങ്ങളിൽ, ഈ വരികളിലൊക്കെ എത്രമാത്രം ആ ശരണാഗതിയാണ് കാണുന്നത്. ഭഗവാനെ ആശ്രയിക്കുന്നത് കാണാം, അല്ലേ? പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്.
മാരോബി റാഖോബി ജോ ഇച്ഛ തോമാർ നിത്യദാസ പ്രതിത്തുവ അധികാരം. നിനക്ക് എല്ലാ അധികാരവും ഉണ്ട്, കാരണം ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. ദാസൻ എന്താ അധികാരമുള്ളത്? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഇപ്പോഴത്തെ ജോലിക്കാരെ കുറിച്ച് പറയാൻ പറ്റില്ല, എന്നാൽ സാധാരണഗതിയിൽ ജോലിക്ക് നിൽക്കുന്ന, പോട്ടെ നമ്മുടെ വീട്ടിലെ കാര്യം മാറ്റി നിർത്താം, അത് കോൺട്രവേഴ്സിയായി മാറും. ഇപ്പോൾ ജോലിക്ക് വരുന്നവരൊക്കെ വീട്ടുകാരേക്കാളും സ്മാർട്ടായിരിക്കും, അവരെക്കാളും നല്ല സെറ്റപ്പുള്ള വീട്ടിലെ ആയിരിക്കാം ചിലപ്പോൾ. ഞാൻ ജനറലായിട്ട് പറയാം, ഒരു രാജ്യഭരണം നടക്കുന്ന സമയത്ത് രാജാവ് ആരെങ്കിലും പണിക്കാരെ വെച്ചിട്ടുണ്ടെന്ന് വെക്കുക, ആ പണിക്കാരുടെ മുകളിൽ പൂർണ്ണ അധികാരം ഉണ്ടാവും രാജാവിന്, അല്ലേ? അതായത് പണിക്കാർ പൂർണ്ണമായിട്ട് രാജാവിനെ ആശ്രയിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ കാര്യം എന്താണ്? രാജാവിൻ്റെ ദാസനാണ് ആ വേലക്കാരൻ. അതേപോലെ നമ്മുടെ രാജാവാരാണ്? ഭഗവാനാണ്. നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്, അദ്ദേഹത്തിന് പൂർണ്ണ അധികാരമുണ്ട് നമ്മുടെ മുകളിൽ, എന്ത് വേണമെങ്കിലും ചെയ്യാം. മാരോബി റാഖോബി ജോയിച്ചാ തോമാർ നിത്യദാസ പ്രതിത്തുവ അധികാരം. ജന്മാബി മോയ് ഇച്ഛ ജാതിത്തോർ ഭക്തഗൃഹേ ജാനി ജന്മ ഹൗ മോർ. എന്താണ് പറയുന്നത്? അങ്ങയുടെ ഇഷ്ടമാണ് ഞാൻ വീണ്ടും ജനിക്കണോ, അതോ ഞാൻ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണോ എന്നുള്ളതൊക്കെ അങ്ങയുടെ ആഗ്രഹം പോലെ ഞാൻ ജനിക്കാം ഒരു പക്ഷേ ഒരു ഭക്തൻ്റെ കുടുംബത്തിൽ. ഒരുപക്ഷെ അങ്ങ് ആഗ്രഹിക്കുകയാണെങ്കിൽ എനിക്കൊരു ഭക്തൻ്റെ കുടുംബത്തിൽ ജനിക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരിക്കും, ശീല ഭക്തിവിനോദ് ഠാകൂർ പറയുകയാണ്. പക്ഷേ അത് അങ്ങേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അങ്ങയുടെ തീരുമാനമനുസരിച്ച് ഒരു പക്ഷേ ഒരു ഭക്തൻ്റെ കുടുംബത്തിലായിരിക്കാം. ഇനി അടുത്ത വരി എന്താണെന്ന് വെച്ചാൽ, കീട്ട ജന്മ ഹൗ ജാത തുവ ദാസ് ബാഹിർമുഖ ബ്രഹ്മ ജന്മേ നാഹി ആസ്. ഓ കൃഷ്ണ, എന്താ ഇതിൽ പറയുന്നു? ഞാൻ വേണമെങ്കിൽ ഒരു കൃമിയായിട്ട് ജനിക്കാനും ഞാൻ തയ്യാറാണ്, ആ കൃമി അങ്ങയുടെ ഭക്തനാണെങ്കിൽ. നേരെ മറിച്ച് ബ്രഹ്മാവിൻ്റെ ഒരു ജന്മം എനിക്ക് തന്നാലും ബ്രഹ്മാവ് അങ്ങേക്കെതിരായിട്ട് ആണെങ്കിൽ ആ ഒരു ബ്രഹ്മാവിൻ്റെ പദവി എനിക്ക് വേണ്ട, അതിന് നല്ലത് കൃമിയായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. കാര്യം അതായത് പറയുന്നത് എന്താണ്? എത്രയും ചെറിയൊരു കൃമിയായിട്ട് ഇരിക്കാനും ഞാൻ തയ്യാറാണ്, അങ്ങയുടെ ഭക്തനാവണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, വേറെ ഒരു ആഗ്രഹമില്ല. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? പൊസിഷനോ നമ്മുടെ സ്റ്റാറ്റസോ വീട്ടിലുള്ള സാഹചര്യങ്ങളോ ഒന്നുമല്ല, ഭക്തിയിലാണ് പ്രാധാന്യം. കീട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? വെറും ഒരു പുഴു അല്ലെങ്കിൽ ഒരു കൃമി. എന്താണ് ഒരു കൃമിക്കുള്ള സ്ഥാനം? നമുക്ക് മനുഷ്യരായിട്ട് ഒരു കമ്പാരിസൺ ചെയ്യാൻ പോലും സാധിക്കില്ല. പക്ഷേ അങ്ങനെ ഒരു പൊസിഷനാണ് എങ്കിലും കുഴപ്പമില്ല, അത് ഭക്തരുടെ അല്ലെങ്കിൽ ഭക്തിയുള്ള ഒരു കൃമി ആയാൽ മതി. ഇതാണ് ശുദ്ധഭക്തരുടെ ഹൃദയം. അല്ലാതെ വേറെ ഒന്നും ഒരു പൊസിഷനും അവർക്ക് ആഗ്രഹമില്ല. ന നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സർവഭൗമാനരസാധിപത്യം ന യോഗസിദ്ധിം അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യ കാംക്ഷേ. വൃത്രാസുര പ്രാർത്ഥിക്കുന്നതും ഇത് തന്നെയാണ്. ന നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം. എനിക്ക് ബ്രഹ്മാവിൻ്റെ ലോകത്ത് പോകണ്ട, എനിക്ക് ധ്രുവലോകവും വേണ്ട, ഇനി രസാതലവും തലാതലവും ഒരു സ്ഥലവും എനിക്ക് ആഗ്രഹമില്ല. അങ്ങയുടെ പാദങ്ങൾ വിട്ടിട്ട് പോവാൻ വേണ്ടി എന്നോട് പറയരുത്. ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങയുടെ തൃപ്പാദങ്ങളെ ഞാൻ മുറുക്കി പിടിച്ച്, ഞാൻ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച്
എനിക്കിരിക്കണം. അത് വിട്ടുകൊണ്ട് എനിക്കൊരു സ്ഥാനവും വേണ്ട എവിടെയും. അത് ധ്രുവലോകത്തിലെ സ്ഥാനമാണെങ്കിലും അങ്ങ് എനിക്ക് അത് താല്പര്യമില്ല എന്ന് പറയുന്നു. അതാണ് ഇവിടെ ആ ഒരു ഭാവം തന്നെയാണ് ശീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത്. ഒരു കൃമിയായിട്ട് ഇരിക്കാനും എനിക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ സന്തോഷമാണുള്ളൂ. ഞാനൊരു ഭക്തനാണെങ്കിൽ, കൃമിയുടെ ഒരു ശരീരമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ബ്രഹ്മാവിൻ്റെ ശരീരം തന്നിട്ട് അങ്ങയെ ആരാധിക്കാത്തൊരു ബ്രഹ്മാവാണെങ്കിൽ എനിക്ക് ആ ഒരു സ്ഥാനം വേണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെന്താണ് പറയുന്നത്? ഭുക്തി മുക്തി സ്പൃഹ വിഹീന ജയ ഭക്ത ലഭയത്തെ താക്കോ സംഘ അനുരക്ത. എന്താണ് പറയുന്നത് വെച്ചാൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ശുദ്ധ ഭക്തരുമായിട്ട് സംഘം കിട്ടുവാൻ വേണ്ടിയിട്ട്. എങ്ങനെയുള്ള ഭക്തരാണ് അങ്ങനെയുള്ള ഭക്തർ? പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ തീരെ താല്പര്യമില്ലാത്തവർ. അങ്ങനെയുള്ള ഭക്തരുമായിട്ട് എനിക്ക് സംഘം കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ കൃഷ്ണ. നല്ല പ്രാർത്ഥനയാണ് അല്ലേ? നല്ലൊരു പ്രാർത്ഥനയാണ്. നമുക്കും അതേപോലെ ഭഗവാനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള വളരെ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തരുടെ സംഘം നമുക്ക് കിട്ടണം. അപ്പോഴേ നമ്മളും ആ ഒരു പേസിൽ മുന്നോട്ട് പോകുള്ളൂ. ഇല്ലാതെ എന്ത് സംഭവിക്കുന്നു? കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഭക്തരാണെങ്കിൽ, ഇടയ്ക്ക് അങ്ങനെയാവാം ഇടയ്ക്ക് ഇങ്ങനെയാവാം എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ എന്താണ്, നമുക്കുള്ള ആ ഒരു ചിലപ്പോൾ ഒരു പക്ഷെ ആ ഒരു സീരിയസ്നെസ് പോലും ഒരുപക്ഷെ നഷ്ടപ്പെടാം. അതാണ് സംഘം പോലെ ഇരിക്കും എല്ലാം. ദശമസ്കന്ധത്തിലെ 41-ാമത്തെ അധ്യായത്തിലെ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ മധുരയിലേക്ക് പ്രവേശിക്കുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു അലക്കുകാരനെ കാണുന്നുണ്ട് അല്ലേ? അലക്കുകാരൻ കംസൻ്റെ അലക്കുകാരനാണ്. കംസൻ്റെ വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ അലക്കി തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതാണ് അയാളുടെ ജോലി. ആ അലക്കുകാരൻ്റെ അടുത്ത് ഭഗവാൻ ചോദിക്കും, എനിക്ക് വസ്ത്രം വേണമെന്ന്. അങ്ങ് എനിക്കും എൻ്റെ ബലരാമനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു വസ്ത്രം തരുമെന്ന് ചോദിക്കും. വളരെ കെഞ്ചിക്കൊണ്ട്, വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. ആരടുത്ത്? അലക്കുകാരൻ്റെ അടുത്ത്. ഭഗവാൻ പിടിച്ചു പറിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് അലക്കുകാരൻ ചീത്ത പറയുന്നു. നിനക്ക് നാണമില്ലേ ചോദിക്കാൻ? ആരാണെന്നാണ് നീ വിചാരിച്ചത്? കണ്ട കാട്ടിലൊക്കെ നടന്ന് ശരീരത്തിൽ മുഴുവനും മണ്ണും തേച്ച് തോന്നിയ പോലെ നടക്കുന്ന നിനക്ക് കംസ മഹാരാജാവിൻ്റെ വസ്ത്രം വേണമെന്നാണോ പറയുന്നത്? ഇത് എന്നോട് പറഞ്ഞു, ശരി, വേറെ ആരെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ, കംസൻ്റെ അനുയായികൾ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും കഥ തീർക്കും, നിങ്ങളെല്ലാവരെയും കൊന്നുകളയും. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കാണണ്ട, പൊക്കോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ഒന്നും ചെയ്തില്ല. ഭഗവാന് ദേഷ്യം വന്നു എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെറുതായിട്ടൊന്നും തൊട്ടുകയുള്ളൂ. ആ തൊട്ട സമയത്ത് കഴുത്തെല്ലാം അവിടെ നിന്ന് പോയി, കഴുത്ത് ശരീരത്തിൽ നിന്ന് വിട്ടു. അപ്പോൾ ഈയൊരു അലക്കുകാരൻ്റെ കഥ ഭാഗവത്തിൽ വരുന്നതാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ചൈതന്യ ഭാഗവതത്തിൽ ശിലവൃന്ദാവൻ ഠാക്കൂറിൻ്റെ ചൈതന്യ ഭാഗവതത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഒരു കഥയെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാര്യം. മഹാപ്രഭു പറയുവാണ്, ഈ അലക്കുകാരന് 1000-ഓളം വർഷങ്ങൾ തപസ്യ ചെയ്തു ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ട്. 1000-ഓളം വർഷങ്ങൾ തപസ്യ ചെയ്തിട്ട്, ചെറിയ തപസ്യകളൊന്നുമല്ല ചെയ്യുന്നത്. അങ്ങനെ തപസ്യ ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു അവസരം കിട്ടിയതാണ് ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണുവാൻ. പക്ഷേ എന്ത് സംഭവിച്ചു? നേരിട്ട് കണ്ടു, പക്ഷേ അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ സാധിച്ചുവോ? വേണ്ട രീതിയിൽ സാധിച്ചില്ല. ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചു, മുക്തി നേടി, സായുജ്യ മുക്തി നേടി, അതൊക്കെ ശരിയാണ്.
പക്ഷേ അദ്ദേഹത്തിന് അതിനും വലിയ കാര്യം ചെയ്യാമായിരുന്നു. ഭഗവാൻ ചോദിച്ചത് പ്രകാരം അത് കൊടുത്തിരുന്നെങ്കിൽ ഭഗവാന്റെ എല്ലാ സ്നേഹവും അദ്ദേഹത്തിന് കിട്ടിയേനെ, എല്ലാ അനുഗ്രഹവും അദ്ദേഹത്തിന് കിട്ടിയേനെ. സായുജ്യ മുക്തിയല്ല, അതിനേക്കാൾ വലിയ മുക്തി കൊടുത്തേനെ ഭഗവാൻ. ശുദ്ധ ഭക്തി കൊടുത്തേനെ. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം എന്താണ്? അത്രയും തപസ് ചെയ്ത ആ വ്യക്തിക്ക് അതിന് സാധിച്ചില്ല. കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, കംസൻ്റെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആർജിച്ചിട്ടുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾ ആർജിച്ച ആ തപസ് കൊണ്ട് നേടിയെടുത്ത ഈ അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ വെറുതെ ആയിപ്പോയി, എല്ലാം പൂജ്യമായിപ്പോയി. കാരണം എന്താണ്? അതുകൊണ്ട് ഫലം ഉണ്ടായില്ല, വേണ്ട ഫലം കിട്ടിയില്ല. കംസൻ്റെ അനുയായി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആ സംഘത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഈ പറയുന്ന ദുഷിച്ച ചിന്തകളും വാക്കുകളും ഒക്കെ വന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭഗവാനോട് സംസാരിക്കാൻ പറ്റൂ? അപ്പോൾ അതാണ് സംഘം ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തർ അല്ലാതെ നമുക്ക് വേറൊരു സംഘവും വേണ്ട. ഇത് വലിയൊരു പ്രാർത്ഥനയാണ് നമ്മളെ സംബന്ധിച്ച്. ശീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നതാണ്, പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ആത്മാർത്ഥതയുള്ള ശുദ്ധഭക്തരുമായിട്ടുള്ള സംഘം ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശീല ഭക്തിവിനോദ് ഠാക്കൂർ പറയുകയാണ്, ജനക ജനനി ദയിത തനൈ പ്രഭു ഗുരു പതി തുഹു സർവമോയി. അടുത്ത വരിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങ് എൻ്റെ അച്ഛനാണ്, അങ്ങ് എൻ്റെ അമ്മയാണ്, അങ്ങ് എൻ്റെ കാമുകനാണ്, അങ്ങ് എൻ്റെ പുത്രനാണ്, അങ്ങ് എൻ്റെ ഭഗവാനാണ്, അങ്ങ് എൻ്റെ ഭർത്താവാണ്, അങ്ങ് എൻ്റെ എല്ലാമാണ്. അങ്ങ് എൻ്റെ എല്ലാമാണ്. ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നു, ഭക്തി വിനോദ കഹേ ശുനോ കന രാധാനാഥ തുഹു ഹമാര പ്രാണ. ആഹാ, അങ്ങനെ ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നു, ഓ കന, ഓ കൃഷ്ണ, ഇതൊന്ന് കേൾക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഓ രാധാനാഥ, ഓ രാധാറാണിയുടെ നാഥ, നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ എല്ലാം. വേറൊന്നുമില്ല എനിക്ക്, വേറൊന്നും വേണ്ട എനിക്ക്. മനോഹരമായിട്ടുള്ള ശ്ലോകം, മനോഹരമായിട്ടുള്ള വൈഷ്ണവ ഗീതമാണ്. ഇതാണ് ശുദ്ധഭക്തൻ്റെ ഭാവം. വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാനും ഭഗവാന്റെ ഭക്തരും വേറെ ഒന്നുമില്ല അവരുടെ ഡിക്ഷണറിയിൽ. ഒരാഗ്രഹമില്ല, ഒരാശ്രയവുമില്ല, വേറെ ആശ്രയത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ജീവൻ്റെ ജീവൻ ഭഗവാൻ മാത്രം. ഓ ജീവനെ മരണേ ഗതി, നമ്മൾ ജീവനെ മരണഗതി ആര് നഹി മോർ. അതേപോലെ നമ്മൾ ചൊല്ലാറുള്ള യുഗലാഷ്ടകത്തിലും അത് തന്നെയാണ്. രാധാകൃഷ്ണ ഗതിർമമ, ജീവനെ നിധനെ നിത്യം രാധാകൃഷ്ണ ഗതിർമമ. രാധാകൃഷ്ണനല്ലാതെ എനിക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല, ഒരു ലക്ഷ്യവും ഇല്ല എന്ന് പറയുന്നു. ഇതാണ് ഒരു ഭക്തൻ്റെ ഭാവം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഇതായിരിക്കണം പ്രാർത്ഥന. അല്ലാതെ മറ്റുള്ള സുഖ സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ പോലെ ഇതിൽ ഈ ശ്ലോകത്തിൽ ഈ ഒരു വൈഷ്ണവഗീതത്തിൽ പറഞ്ഞ രാഘോബി മാറോബി ജോയിച്ചോത്തോ മാർ, വേണമെങ്കിൽ കൊല്ലാം, വേണമെങ്കിൽ എന്നെ ജീവിപ്പിച്ചിരിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഭഗവാൻ അങ്ങയുടെ ദാസനാണ്, നിത്യദാസനാണ്, അങ്ങേക്ക് പൂർണ്ണ അധികാരമുണ്ട്. അങ്ങയുടെ കയ്യിലെ മരപ്പാവയാണ് ഞാൻ, അങ്ങ് പാവകൂത്തുകാരനാണ്, ഞാൻ വെറും പാവ, അങ്ങ് എന്നെ കളിപ്പിച്ചോളൂ അങ്ങയുടെ ഇഷ്ടം പോലെ. ഇതാണ് ഭാവം. ഇതാണ് ഈ ഒരു ഭാവത്തിൽ നമ്മൾ വരുവാണെങ്കിൽ ഭഗവാൻ നമ്മളെ കൈയോണ്ട് എടുത്തുകൊണ്ട് പോകും. വേറെ എന്താ വേണ്ടത്? അദ്ദേഹം ഇത്രയേ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ ശരീരം, മനസ്സ്, വാക്കുകൾ എല്ലാം, മനസ്സും വാക്കുകളും
ശരീരവും എല്ലാം അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സമർപ്പിച്ച് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ ആശ്രയിക്കുന്നവരെ ഭഗവാൻ അദ്ദേഹം നേരിട്ട് വന്ന് അവരുടെ കാര്യം നോക്കിക്കോളും. അതാണ്. ഇതിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നതും പഠിക്കുന്നതും ഭഗവത്ഗീത കേൾക്കുന്നതും സത്സംഗങ്ങൾ കൂടുന്നതും അല്ലേ. നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഇത് കേൾക്കുന്നതായിരിക്കാം, പക്ഷെ ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇതുവരെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിലേക്കുള്ള ഒരു ശതമാനം പോലും മുന്നോട്ട് പോയിട്ടില്ല. കാര്യം പല ആഗ്രഹങ്ങളും നമുക്കുണ്ട്. പിന്നെ അതേപോലെ ശരീരബോധത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. ഇവിടുത്തെ സിറ്റുവേഷൻ നന്നാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതാണ് നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്ന കാര്യം. ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ വളരെ ഭംഗിയാക്കി നോക്കാൻ എന്നാൽ എല്ലാം ശരിയാവും എന്നൊരു വിചാരമാണ്. ഒന്നും ശരിയാവാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യം മാറുന്നില്ല. ജീവനെ മരണഗതി ആരനെ ഹ്യൂമോർ രാധാകൃഷ്ണ ഗതിർമമ, ജീവനെ നിധന നിത്യം രാധാകൃഷ്ണ ഗതിർമമ. ഇതായിരിക്കണം നമ്മുടെ എന്താ പറയുക, മോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ലോഗൻ. നമ്മൾ പറയില്ലേ സ്ലോഗൻ എന്ന് പറയില്ലേ ചില കാര്യങ്ങളിൽ, ഇതായിരിക്കണം സ്ലോഗൻ. അപ്പോൾ നമ്മുടെ സ്ലോഗൻ എന്താണ്? ജീവനെ നിധനെ നിത്യം രാധാകൃഷ്ണ ഗതിർമമ, രാധാകൃഷ്ണ സേവ പാവോ ഏ അഭിലാഷി. നമ്മുടെ സ്ലോഗൻ ഇതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. താങ്ക് യു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय. जगद्गुरु श्रीला प्रभुपाद की जय. इस्कॉन गुरु वृंद की जय. निताय गौर सीतानाथ प्रेमानंदे. हरे कृष्ण. दंडोत प्रणम. എല്ലാവർക്കും നന്ദി, നമസ്കാരം.